ഈ വാക്കുകൾ നമ്മുടെ തലയിൽ അങ്ങനെ ഉറപ്പിക്കണം. ഒരു സംശയമില്ലാതെ ദൃഢതയോടെ പോവാൻ സാധിച്ചാൽ ആർക്കാരെ തോൽപ്പിക്കാൻ പറ്റും? വിധിക്ക് പോലും നമ്മളെ അവർക്ക് പറയൂ തോൽപ്പിക്കാൻ സാധിക്കും. ഇത് മനസ്സിലായാൽ ഗീതയില് 13-ാം അധ്യായത്തിൽ 29-ാം ശ്ലോകത്തില് നിങ്ങൾക്കൊക്കെ കൃഷ്ണനെ കാണാൻ ആഗ്രഹമില്ലേ? ആളുകളൊക്കെ കൃഷ്ണനെ കാണാനല്ലേ ഗുരുവായൂരിൽ വരുന്നത്? അല്ലേ? ആണോ? ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നത് എന്തിനാണ്? ആരെ കാണാനാണ്? പായസം വാങ്ങിച്ചു കുടിക്കാനല്ലല്ലോ. എല്ലാവരും ഗുരുവായൂരപ്പനെ കാണാൻ വരികയാണ്. ആണോ? ആണോ അല്ലയോ? അപ്പം ഗുരുവായൂരപ്പനെ ശരിക്കും ഗുരുവായൂരപ്പൻ പറയും തന്നെ എവിടെ കാണേണ്ടതെന്ന്. എവിടെയാണ് നിങ്ങൾ കാണേണ്ടതെന്ന് അവിടെ പറഞ്ഞു തരുന്നത് ഗീതയില് 13-ാമത് അധ്യായത്തില് 29-ാമത് ശ്ലോകത്തില് 28 29 സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? സമം സർവേഷു ഭൂതേഷു, സമം സമമായി തുല്യമായി, സർവേഷു ഭൂതേഷു എല്ലാ ഭൂതങ്ങളിലും. ഇപ്പൊ നോക്കൂ, അവിടെ ജാതീയതയ്ക്ക് വല്ല പ്രസക്തി ഉണ്ടോ? കൂടെ വന്നില്ല. സർവേഷു ഭൂതേഷു എന്ന് പറഞ്ഞാൽ ജാതീയതയ്ക്ക് വല്ല പ്രസക്തി ഉണ്ടോ? ഇല്ല. തിഷ്ഠന്തം, ആര് തിഷ്ഠന്തം? പരമേശ്വരം തിഷ്ഠ. തിഷ്ഠ എന്ന് പറഞ്ഞാൽ കുടികൊള്ളുന്നു, നിറഞ്ഞു നിൽക്കുന്നു. സർവേഷു ഭൂതേഷു പരമേശ്വരം തിഷ്ഠന്തം. സർവഭൂതങ്ങളിലും ആരിയ്ക്കുന്നുണ്ട്? ഭഗവാൻ. പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ എവിടെ കാണേണ്ടത്? വിനശ്യസ്സു. വിനശ്യസ്സു എന്ന് പറഞ്ഞാൽ വിനാശം ഉള്ള ഈ ശരീരത്തിൽ തന്നെ ആരെ കാണണം? അവിനശ്വന്തം ഭഗവാൻ. അവിനശ്വന്തം, വിനാശമില്ലാത്ത ഭഗവാനെ യപശ്യതി സപശ്യതി. ആര് കാണുന്നുവോ അവരാണ് ശരിക്കും കൃഷ്ണനെ കാണുന്നത്. അപ്പൊ നമുക്ക് കൃഷ്ണനെ ശരിക്കും കാണണമെങ്കിൽ എങ്ങോട്ട് നോക്കണം? എവിടേക്ക് നോക്കണം? ഭഗവാൻ പറയുന്ന ഈ ശ്ലോകം പ്രകാരമാണെങ്കിൽ എങ്ങോട്ട് നോക്കണം? മനസ്സിലായില്ല? സർവേഷു ഭൂതേഷു തിഷ്ഠന്തം ഭഗവാൻ. എവിടെയാ നോക്കേണ്ടത്? വിനശ്യസ്സു, വിനാശമുള്ള ഈ ശരീരത്തിൽ യപശ്യതി സപശ്യതി. ആര് കാണുന്നുവോ അവരാണ് ഭഗവാനെ ശരിക്കും കാണുന്നത്. അപ്പൊ നമുക്ക് ആ ഭഗവാന്റെ ദർശനം ഏത് രൂപത്തിലാണ്? അത് ഗീതയിൽ 7:24 ഭഗവാൻ പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ കാണേണ്ടത്, എൻ്റെ ഒരു രൂപത്തെ നിങ്ങൾ നോക്കുമ്പോഴും ശ്രദ്ധിക്കുക, ഭഗവാനെ കാണേണ്ടത് ഏത് രൂപത്തിലാണ്? അത് ശരിക്കും ശ്രദ്ധിച്ചു കൊള്ളണം. ഭഗവാനെ കാണേണ്ടത് ഏത് രൂപത്തിലാണ്? അവ്യക്തം. ഏത് രൂപത്തിലാണ്? അല്ലാതെ നിങ്ങൾ എന്നെ വ്യക്തിം മന്യന്തേ, വ്യക്തിയായി മാനിച്ചാൽ, കണ്ടാൽ അബുദ്ധയ, ബുദ്ധിയില്ലാത്തവരായി മാറും. എന്റെ രൂപത്തെയാണ് നിങ്ങൾ ദൈവമായി കാണുന്നതെങ്കിൽ നിങ്ങൾ ബുദ്ധിയില്ലാത്തവരായി മാറും. അപ്പൊ രൂപത്തെ കാണുന്നത് എന്തിനാണ്? രൂപത്തിലൂടെ അവനവന്റെ ഉള്ളിലുള്ള കൃഷ്ണ തത്വത്തെ, കൃഷ്ണ സത്യത്തെ, കൃഷ്ണ യാഥാർത്ഥ്യത്തെ അറിയുവാൻ വേണ്ടിയിട്ടാണ്. കൃഷ്ണന്റെ രൂപവും കൃഷ്ണന്റെ തത്വവും. ഒരു വെളിച്ചം കാണുമ്പോൾ ചൂട് നമ്മൾ കാണാറില്ല. ചൂട് അനുഭവപ്പെടണമെങ്കിൽ അതൊന്ന് തൊട്ട് നോക്കണം. അപ്പോഴാണ് ആ ബൾബിന്റെ ചൂട് നമ്മൾ അറിയാം, അല്ലെങ്കിൽ അടുത്തിരിക്കണം. ഇതുപോലെ നമ്മൾ രൂപം കാണുമ്പോൾ ആ രൂപത്തിനെ രൂപമാക്കി വെക്കുന്നൊരു തത്വമുണ്ടെന്നറിയണം. അത് മനസ്സിലാക്കാൻ നിങ്ങളിലേക്ക് തന്നെ നോക്കണം. അതായത് കൃഷ്ണനെ കൃഷ്ണനാക്കി നിലനിർത്തുന്ന തത്വവും നമ്മളെ നമ്മളാക്കി നിലനിർത്തുന്ന തത്വവും, ഈ ശരീരത്തിൽ പ്രാണൻ ചലിക്കണമെങ്കിൽ ബോധം ഉണ്ടാവണം. ഈ ശരീരത്തിൽ മനസ്സുണരണമെങ്കിൽ അത് കൃഷ്ണന്റെ ശരീരത്തിലായാലും നമ്മുടെ ശരീരത്തിലായാലും നിയമമെല്ലാം പറയൂ ഒന്നാണ്. അപ്പൊ കൃഷ്ണൻ ശരിക്കും ആരാണ്? ശരിക്കും കൃഷ്ണൻ ആരാണ്? അത് നമ്മൾ പഠിച്ചിരുന്നു. കൃഷ്ണന്റെ
ആ ഒരു ചിത്രം കിട്ടുമായിരുന്നു. ഈ ഒരു സ്തുതി അല്ലെങ്കിൽ ഈ ഒരു മന്ത്രം നിങ്ങളൊക്കെ ബൈഹാർട്ട് പഠിക്കണം. കൃഷ്ണൻ ആരാണ്? ഇത് ഭാഗവതത്തിൽ 10-ാം സ്കന്ധത്തിൽ 59-ാമത് അധ്യായത്തിൽ 27-ാം ശ്ലോകത്തിൽ വ്യാസഭഗവാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഭഗവാനെ ഏത് രൂപത്തിലാണ് കാണേണ്ടത്, അല്ലെങ്കിൽ ശരിക്കും ഭഗവാന്റെ രൂപം ഏതാണ്? അപ്പൊ ഭഗവാനെ കൂടുതലും വർണ്ണിക്കുന്നത് നമ്മൾ ഈ കാണുന്ന കൃഷ്ണന്റെ രൂപമാണ്. ഗുരുവായൂരമ്പലത്തിൽ കാണുന്ന ഉണ്ണിക്കണ്ണനായിട്ട്, അമ്പാടിക്കണ്ണനായിട്ട്, കോടക്കൊള്ളെടുത്ത കടനായിട്ട്, പട്ടുകോണെടുത്ത കണ്ണകനായിട്ട് ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ആ രൂപത്തെ വർണ്ണിക്കുമ്പോഴും ഭഗവാന്റെ ശരിക്കുള്ള രൂപം ഏതാണ്? ഭഗവാന്റെ ആ രൂപത്തെയാണ് ഇവിടെ 10-ാം സ്കന്ധത്തില് 59-ാമത് അധ്യായത്തില് 27-ാം ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. അപ്പൊ അവിടെ എന്താ പറയുന്നത്? എല്ലാവരും ഒന്ന് ചൊല്ലൂ. നമോ ഭഗവതേ തുഭ്യം, നമോ ഭഗവതേ തുഭ്യം, വാസുദേവായ വിഷ്ണവേ, പുരുഷായ ആദിബീജായ പൂർണ്ണബോധായ തേ നമഃ. ആരാണ് ഭഗവാൻ? ഓം നമോ ഭഗവതേ തുഭ്യം, വാസുദേവായ വിഷ്ണവേ, പുരുഷായാദിബീജായ പൂർണ്ണബോധായ തേ നമഃ. ചൊല്ലു എല്ലാവരും. ഓം നമോ ഭഗവതേ തുഭ്യം. ഞാൻ പറയുന്നത് ആവർത്തിക്കൂ. ഓം നമോ ഭഗവതേ തുഭ്യം, വാസുദേവായ വിഷ്ണവേ, പുരുഷായാദിബീജായ പൂർണ്ണബോധായ തേ നമഃ. പൂർണ്ണബോധായ തേ നമഃ. പൂർണ്ണബോധായ തേ നമഃ. ഭഗവാൻ ആരാണ്? പൂർണ്ണബോധം. ഇപ്പൊ നമ്മളിൽ ബോധമുണ്ട്, ഭഗവാൻ പൂർണ്ണബോധമാണ്. ആ പൂർണ്ണതയിലല്ല ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. നമ്മളിപ്പം നിൽക്കുന്നത് അംശബോധത്തിലാണ്. ഏത് ബോധത്തിലാണ്? അപ്പൊ നമ്മൾ ആ അംശബോധത്തിൽ നിന്നും പൂർണ്ണബോധത്തിലേക്ക് ഉയരുമ്പോൾ നമ്മളും ഭഗവാനും ആരായി? ഒന്നായി. ഒന്നായ നിന്നൈക രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിന്റെ പദമിണ്ടാവതല്ല മമ. പണ്ടേ കണക്ക വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയങ്കലിക നാരായണായ നമ. ഒന്നായ നിന്നൈക. ഒന്നായിരുന്നു, പിന്നെ രണ്ടായി, ഇനി വീണ്ടും പണ്ടേ കണക്ക വരുവാൻ, വീണ്ടും അങ്ങയിലേക്ക് എത്തിച്ചേരുവാൻ കൃപാവലികൾ അത് ഉണ്ടാക വേണം എന്ന് പറയുന്ന പോലെ നമ്മളൊക്കെ മനസ്സിലാക്കണം. നമ്മൾ ജിജ്ഞാസുവായി അവസാനം ജ്ഞാനീഭക്തനായി മാറണം. ഇവിടെ ആർക്കും അവരുടെ മനസ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? ഉയർത്തിയെടുക്കാൻ പറ്റും. അപ്പൊ ചില ക്ലാരിറ്റി മതി നിങ്ങൾക്ക്, വേറൊന്നും വേണ്ട. എന്താണ് ഈ ക്ലാരിറ്റി? പ്രഹ്ലാദൻ പറയുന്നത് ഭഗവാൻ ആരോടാണ് കൂടുതൽ കാരുണ്യം കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളുടെ വിചാരം അമ്പലത്തിൽ തിക്കും തിരക്കൊക്കെ കൂട്ടി മുന്നിൽ പോയി തൊഴുന്നവരെയാണ് ഭഗവാൻ കുറച്ച് പരിഗണിക്കുക എന്നുള്ളതാണ്. അപ്പൊ ചിലവരാണെങ്കിൽ ഒട്ടും ഇക്കാര്യത്തിൽ ക്ഷമ കാണിക്കില്ല. എത്ര ഇടിക്കാൻ പറ്റും അത്ര ഇടിക്കും. ചിലവരാണെങ്കിൽ മുന്നിൽ നിൽക്കുന്നവന്റെ തോളി കയറിയിട്ട് നിന്നിട്ടാ തൊഴുക. കാരണം നമുക്ക് അതിലൊരു ഭ്രാന്തുണ്ട്. ഇത്തിരി ഉണ്ടോ? ദീപാരാധന സമയത്ത് ആൾക്കാർക്ക് എവിടുന്ന് ഇത്തിരി ഭ്രാന്ത് കയറുമെന്ന് എനിക്കറിയില്ല. എങ്ങനെയെങ്കിലും ഇടിച്ച് കയറി തൊഴുത് കണ്ടില്ലേ, ആ കുംഭമേളയ്ക്ക് 10-30 ആൾക്കാർ പാവം അവിടെ തീർന്നു. ക്ഷമ വേണം. ആളുകള് ഈ ക്ഷമയില്ലാത്ത ഭക്തി കൊണ്ട് നടക്കുന്നതിന് കാരണം അവരത്ര തെറ്റിദ്ധരിക്കുകയാണ് ഭഗവാൻ മുന്നിലാണ്. അവരറിയുന്നില്ല ഭഗവാൻ ഉള്ളിലാണെന്ന്. അപ്പൊ നിങ്ങൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ പഠിക്കണം. എന്ത്? ഭഗവാൻ മുന്നിലാണെന്ന് മനസ്സ് പറയുമ്പോൾ ഉടനെ പറയണം ഭഗവാൻ ഉള്ളിലാണ്, ഉള്ളിലാണ്, ഉള്ളിലാണ്. അതിങ്ങനെ പറയണം. മുന്നിലാണെന്ന് പറയുമ്പോ നിങ്ങൾ പറയണേയില്ല. ഉള്ളിലാണ്, ഉള്ളിലാണെന്ന് ഉറപ്പിക്കണം. വീണ്ടും വീണ്ടും ഉറപ്പിക്കണം. കാരണം മനസ്സത് മറന്നുപോയി കളയും.
അപ്പൊ അങ്ങനെ ഉള്ളിലാണെന്ന ബോധം, അതെന്താണ് ഉള്ളിൽ എന്ന് പറഞ്ഞാൽ? നോക്കൂ നിങ്ങൾ, എന്തൊരു അത്ഭുതമാണ്. നിങ്ങൾക്കത് താല്പര്യം വേണം പഠിക്കാൻ. ഭഗവാനെ ഋഷിവര്യന്മാര് വിളിച്ചത് ആത്മാ എന്ന ശബ്ദമാണ്. ഹിന്ദു മതത്തിൽ മാത്രമാണ് ഭഗവാന് ആത്മാ എന്നൊരു ശബ്ദം. മറ്റു മതങ്ങളിലൊന്നും ഇല്ല. നമ്മൾ ഈ ശബ്ദത്തിന് വലിയ അർത്ഥം കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല. ഹിന്ദു മതത്തിൽ ദൈവം ആത്മാവാണ്. നിങ്ങൾ നോക്കൂ, ആവർത്തിച്ചാവർത്തിച്ച് കൃഷ്ണൻ ഗീതയിലും ഭാഗവതത്തിലും ഇത് പറയുന്നത്. ചില ശ്ലോകങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം, ഒന്ന് നോക്കുക. ഗീതയില് 10-ാം അധ്യായത്തില് 61-ാം ശ്ലോകം എടുക്കുക. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാം. 10-61 ഗീതയിൽ 10-61 ഈശ്വര 63 അല്ലേ? സോറി, 18 ഞാൻ ആ ചാപ്റ്റർ പറഞ്ഞത് തെറ്റിപ്പോയതാ. ചാപ്റ്റർ 18 18-61 18th ചാപ്റ്ററിലാണ് അത് വരിക. ആണോ? ശരിയാണോ? ശ്ലോകം 61 അല്ലേ? കറക്റ്റ് ആണ്. ഇങ്ങനെ ഒരു അബദ്ധം പെട്ടെന്ന് പറഞ്ഞു, സോറി. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ തിഷ്ഠതി. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഗീതയിൽ ഉറപ്പിച്ചു പറയാണ്, ഈശ്വരൻ സർവഭൂതങ്ങളുടെയും പറയൂ ഹൃദയത്തിൽ. അപ്പൊ ഇത് ആണോ ഉൾക്കൊള്ളേണ്ടത്, അതോ ഈശ്വരൻ പുറത്താണ് എന്നതാണോ നമ്മൾ ഉറപ്പിക്കേണ്ടത്? ഇതിലേത് ആണ് ഉറപ്പിക്കേണ്ടത്? ഗീതയിൽ പറഞ്ഞ കാര്യം അനുസരിക്കേണ്ടതുണ്ടോ? വേണ്ട. അപ്പൊ നമ്മൾ ആ ഒരു മെച്യൂരിറ്റിയിലേക്ക് വരണ്ടേ? പുറത്ത് കാണുന്നതല്ല, ഈശ്വരൻ ഉള്ളിലാണ്. ഇനി അടുത്ത ചോദ്യം, ഏത് രൂപത്തിലാണ്? അപ്പൊ 10-20 പോകണം. 10-20 അവിടെ 10-20 പറയുന്നു, അഹം ആത്മാ ഗുഡാകേശ. അത്രയും മതി. ഞാൻ ആത്മാ രൂപത്തിൽ സർവഭൂതാശയസ്ഥിത, എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നു. അപ്പൊ ഈ ഭഗവാൻ ആത്മരൂപത്തിലിരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇത്. അവർക്ക് പറയൂ, ഹിന്ദു മതം. നമുക്ക് ഈശ്വരൻ ആത്മരൂപേണ ഭാതി. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനി വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. 5 വയസ്സുള്ള പ്രഹ്ലാദൻ ഭഗവാനെ എവിടെയാ കണ്ടത്? ഭഗവാൻ എവിടെയാണെന്നാണ് പ്രഹ്ലാദൻ പഠിച്ചത്? ഭാഗവതം 7-ാം സ്കന്ധം 6-ാം അധ്യായം 2-ാം ശ്ലോകം. ഇത് പ്രഹ്ലാദൻ അസുര കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഭാഗവതം 7-ാം സ്കന്ധം 6-ാം അധ്യായം 2-ാം ശ്ലോകം. ഇത് ഭാഗവതത്തിൽ പ്രഹ്ലാദൻ അസുര കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അവിടെ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? യഥാഹി പുരുഷസ്യേഹ വിഷ്ണോ പാദോപസർപ്പണം യദേശ സർവഭൂതാനാം പ്രിയ ആത്മ ഈശ്വര സുഹൃത്ത്. ഈ ഒരു വരി ഓർത്താ മതി. പ്രിയ ആത്മ ഈശ്വര സുഹൃത്ത്. പ്രിയ ആത്മസ്വരൂപത്തിലിരിക്കുന്ന ഈശ്വരനാണ് എന്റെ സുഹൃത്ത്. ഏത് രൂപത്തിൽ? വളരെ വ്യക്തമാണ്. വരികൾ ഓർപ്പാണ്. വരികൾ കണ്ടോ? ഞാൻ പറയുന്നതൊന്നും ബ്ലൈൻഡിൽ എടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ നമ്പർ കൃത്യമായി പറഞ്ഞു തരുന്നത്. 7-ാം സ്കന്ധം 6-ാം അധ്യായം 2-ാം ശ്ലോകം ഭാഗവതത്തിൽ പറഞ്ഞതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്റെ ഒരു അഭിപ്രായം ഉള്ളത്, പ്രിയ ആത്മ ഈശ്വര സുഹൃത്ത്. എഴുതി വെച്ചിട്ടുണ്ടോ വ്യാസഭഗവാൻ? എന്താ മിണ്ടാത്ത നിങ്ങള്? കാണുന്നുണ്ടോ വരികള്? അതാണോ ഉൾക്കൊള്ളേണ്ടത്? പ്രിയ ആത്മ ഈശ്വര എന്ന് പറയും എല്ലാവരും. ആത്മ
ഈശ്വര. ഏത് രൂപത്തിലാണ് ഭഗവാനെ കാണുന്നത്? ആത്മരൂപത്തിൽ. ഇനി വ്യാസഭഗവാൻ തന്നെ കൃഷ്ണനെ കാണാൻ നമ്മളോട് പറയുന്ന വരികൾ, അത് ശ്രീശുഖബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയണ കൃഷ്ണനെ അങ്ങ് ശരിക്കും കാണണമെന്ന്, ഗുരുവായൂരപ്പനെ കാണണമെന്ന്. ഏത് രൂപത്തിലാ കാണാൻ പറയുന്നത് അറിയോ? 10-ാം സ്കന്ധം 14-ാം അധ്യായം 56-ാം ശ്ലോകം. 10-ാം സ്കന്ധം 14-ാം അധ്യായം 55-ാം ശ്ലോകം. 10-ാം സ്കന്ധം ഭാഗവതം മൂലം 55-ാമത് ശ്ലോകം. കൃഷ്ണം ഏനം അവേഹിത്വം ആത്മാനം അഖിലാത്മനാം. ഹേ പരീക്ഷിത് മഹാരാജൻ, കൃഷ്ണനെ, ഗുരുവായൂരപ്പനെ ശരിക്കും കണ്ടാലും, അങ്ങേക്ക് ഗുരുവായൂരപ്പനെ ശരിക്കും കാണണം എന്നുണ്ടെങ്കിൽ, അറിയണം എന്നുണ്ടെങ്കിൽ, അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ, ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ, അടുക്കണമെന്നുണ്ടെങ്കിൽ, അങ്ങേ ആ ഗുരുവായൂരപ്പനിലേക്ക് അലിയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ, കൃഷ്ണം അവേഹി, കൃഷ്ണനെ കണ്ടാലും കൃഷ്ണനെ അറിഞ്ഞാലും എവിടെ കാണുന്നത്? ആത്മാനം അഖിലാത്മനാം. ഏത് വാക്കാ ഉപയോഗിച്ചത്? ആത്മാ എന്ന വാക്കാണ്. ഇവരൊക്കെ, ഈ മഹാന്മാരൊക്കെ ഭഗവാനെ ഏത് രൂപത്തിൽ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്? ഈ ആത്മാ എന്നുള്ള ശബ്ദം, ഇത് നമ്മൾ അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല. മുന്നിൽ കാണുന്ന ഒരു വിഗ്രഹ രൂപത്തിൽ കണ്ടു തൊഴുതു പോവാനാണോ പറഞ്ഞിരിക്കുന്നത്? പറയൂ, ആണോ? അല്ല. അപ്പം ആത്മാ എന്ന ശബ്ദത്തിന്റെ അർത്ഥം പിടികിട്ടണം നമുക്ക്. ഇതെങ്ങനെയാണ് ഋഷിവര്യന്മാര് ഈ ശബ്ദങ്ങളൊക്കെ രൂപപ്പെടുത്തിയത്? സംസ്കൃത ഭാഷയ്ക്കുള്ളൊരു പ്രത്യേകത. സംസ്കൃത ഭാഷ, ചൈനയുടെ ഭാഷ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചൈനീസ് ലാംഗ്വേജ് എന്നുള്ളത്. അത് മുഴുവൻ പിക്ചറൈസ്ഡ് ഭാഷയാണ്. അപ്പൊ അവര് ടെമ്പിൾ എന്ന് എഴുതുകയാണെങ്കിൽ ആ ടെമ്പിൾ എന്നുള്ള ആ എഴുത്ത് തന്നെ ടെമ്പിളിന്റെ ഒരു മോഡലായിരിക്കും. അവരുടെ ചിത്രങ്ങളൊക്കെ അങ്ങനെയാണ്. സോ എന്താണോ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആ പറയുന്നത് ആ ലാംഗ്വേജിൽ തന്നെ. ഇപ്പൊ വീട് എന്ന് എഴുതുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ വീട് എന്ന് എഴുതുകയാണെങ്കിൽ വീടുമായിട്ട് ഒരു ബന്ധമില്ല. പക്ഷെ അവര് വീട് എന്ന് എഴുതുകയാണ്, ഹൗസ് എന്ന് എഴുതുകയാണെങ്കിൽ അത് ആ ചിത്രങ്ങൾ അത് വീടിന്റെ ഒരു രൂപത്തിലായിരിക്കും. അതാണ് ഈ ചൈനീസ് ലാംഗ്വേജിന്റെ പ്രത്യേകത. സംസ്കൃത ഭാഷയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ അക്ഷരത്തിനും അർത്ഥമുള്ള ഭാഷയാണ് സംസ്കൃതം. ഓരോ അക്ഷരത്തിനും. അതാണ് സംസ്കൃതത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ പ്രപഞ്ചത്തെ സംസ്കൃതത്തിൽ വിളിക്കുക ജഗത്ത് എന്നാണ്. ഈശാവാസ്യ ഉപനിഷത്തിലെ ഫസ്റ്റ് മന്ത്രം എടുത്ത് നോക്കി കാണാം. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജീത മാ കൃതകസ്യ സിദ്ധ. ജഗത്ത്, ഈ ജഗത്ത് എന്നുള്ള വാക്ക് 5000 വർഷം മുമ്പ് പ്രപഞ്ചത്തിനിട്ട പേരാണ് ഭാരതീയര്. ജഗത്ത് നമ്മളൊക്കെ കോമൺലി ഉപയോഗിക്കുന്ന വാക്കാണ്, അല്ലേ? ജഗത്ത്. ഈ ജഗത്തില് ആരാ ഉള്ളത്? ഈ ജഗത്ത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അമ്മയെ വിളിക്കുന്ന, ദേവി വിളിക്കുന്ന പേര് ജഗദംബ വിളിക്കാറുണ്ട്, ഇല്ലേ? പലർക്കും പേരുണ്ട്. പാലക്കാട് നിങ്ങൾ അഗ്രഹാരത്തിൽ പോയ ഒരുപാട് ജഗദമ്മമാരെ കാണാം. ജഗദംബിക, ജഗദംബ, ഇല്ലേ? ജഗത്ത് എന്നുള്ള വാക്ക്. അപ്പൊ ജഗത്ത് എന്നുള്ള ശബ്ദത്തിന്റെ അർത്ഥം എന്താണ് എന്ന് നോക്കിയാൽ, ആദിശങ്കരാചാര്യ സ്വാമികൾ, ഇത് വേദത്തിലുള്ളതാണ്. ആദിശങ്കരാചാര്യ സ്വാമികൾ അതൊക്കെ ഒന്ന് പൊടി തട്ടി നമുക്കൊന്നുകൂടി കാണിച്ചു തന്നു മാത്രം. അതിന് വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് ജായതേ ഗച്ഛതി തിഷ്ഠതി ഇത്യവ ജഗത്ത് എന്നാണ്. ജായതേ പറഞ്ഞാൽ ദാറ്റ് വിച്ച് ഈസ് ബോൺ. ബോൺ എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റഡ്, പ്രകടമായത്. പിന്നെ ഇത് ഗച്ഛതി, ജ മീൻസ് ജായതേ, ഗ മീൻസ് ഗച്ഛതി. ഗച്ഛതി പറഞ്ഞാൽ പോകുന്നു, താന്ന് പറഞ്ഞാൽ തിഷ്ഠതി. ഇത് നിങ്ങൾക്ക് പറയുമ്പോൾ ഒരു വികാരം ഉണ്ടാവില്ല, എനിക്കറിയാം. അതായത് ഈ കാണുന്ന രൂപങ്ങളൊക്കെ സൂക്ഷ്മമായ ഊർജത്തിൽ നിന്നും ജനിച്ചതാണ്, മാനിഫെസ്റ്റഡ് ആണ്. ഇനി ഇതെന്ത് ചെയ്യണു? ഒന്നും പെർമനന്റ് അല്ല. ഗച്ഛതി, കീപ് ഓൺ മൂവിങ്. അമ്പലത്തിന്റെ ഉള്ളിൽ പോയ കേൾക്കാറില്ലേ? മുന്നോട്ട് പോകും, മുന്നോട്ട് പോകും, മുന്നോട്ട് പോകും. അതന്നെ
ഈ ഗുരുവായൂരമ്പലത്തില് കല്യാണം നടത്തുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അവിടെ ഇപ്പോഴൊക്കെ പോയി പണ്ട് കാലത്തായിരുന്നു. അവിടെ ആ മണ്ഡപത്തിൽ കല്യാണം നടത്തുമ്പോൾ ഇവിടെ എല്ലാറ്റിനും കോയ്മക്കാരുണ്ട്. നിങ്ങൾക്കറിയോ അമ്പലത്തിന്റെ പ്രത്യേകത? ഇവിടെ മേൽശാന്തിയുണ്ട്, തന്ത്രി ഉണ്ടെങ്കിലും ഇവിടെ പൂജിക്കാൻ ചില കോയ്മയുണ്ട്. അതിനെ ഓദിക്കന്മാരെന്ന് പറയും. 4 ഇല്ലക്കാർക്ക് ഓദിക്കന്മാർക്ക് അവർക്ക് എപ്പോ വേണമെങ്കിലും അവർക്ക് റൂട്ടുണ്ട്, ഒരിതുണ്ട്, അവർക്ക് അകത്ത് കയറിപ്പോയി. ഇതുപോലെ ഈ കഴകത്തിന് 10 വാര്യർ സമാജത്തിന്, വാര്യർ ഗ്രൂപ്പിന് അവർക്കൊരു അവകാശമുണ്ട്. പിന്നെ ചില നമ്പീശന്മാർക്ക് ഒരു അവകാശമുണ്ട്. പലർക്കും ഇങ്ങനെ ഓരോന്ന് അരി കുത്താൻ അവകാശം, എല്ലാറ്റിനും അവകാശങ്ങളാണ്. ഇതുപോലെ ആ മണ്ഡപത്തിൽ മാല എടുത്തു കൊടുക്കാൻ അതിനും അവകാശം, എല്ലാറ്റിനും അവകാശമുള്ള ഒരു സ്ഥലമാണ് ഗുരുവായൂർ. അപ്പൊ ഈ കല്യാണ മണ്ഡപത്തിൽ പോയി കല്യാണം നടത്തും ആൾക്കാർ. അപ്പൊ അവിടെ ഈ തുളസിമാലയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഈ ആൾക്കാർക്ക് അവിടെ അതിന്റെ പണി ചെയ്യുന്നവര് കാര്യകർത്താക്കൾക്ക് അവർക്ക് ധൃതിയാണ്. അവർക്ക് 100 കൂട്ടം പണിയുണ്ട്. ഇവരെ കെട്ട് കഴിഞ്ഞിട്ട് വേണം അടുത്ത കെട്ട്. അപ്പൊ അവരിത്തിരി ധൃതി വെക്കും. ഇവരിങ്ങനെ ടുണ്ടും പാവം ജീവിതത്തിന്റെ ആദ്യത്തെ പടിയിലേക്ക് കടക്കുകയാണ്. നാളെ എന്തൊക്കെയാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര ടെൻഷനിലൊക്കെ ആയിരിക്കും ആണും പെണ്ണും കല്യാണ മണ്ഡപത്തിലൊക്കെ കയറുന്നത്. അപ്പോഴേക്കും ഇവര് പറയും, അങ്ങോട്ട് ബഹളം വെച്ചിട്ട് പറയും, ഇത് വേഗം കല്യാണം മാലയിടാൻ പറയും. 2 പേർക്കും മാലയൊക്കെ കൊടുക്കും അമ്പലത്തില്. അത് കഴിഞ്ഞാൽ കൈ ചേർത്ത് വെച്ചിട്ട് പറയും, ഇനി അങ്ങോട്ട് കറങ്ങിക്കൊള്ളുന്നു. കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് കിട്ടുന്ന അനുഗ്രഹമാണ്. അന്ന് തുടങ്ങും ഈ പാവങ്ങള് കറക്കം തുടങ്ങും. അവിടുന്ന് തുടങ്ങും. എന്നാ അമ്പലത്തിൽ ചെന്നിട്ട് ഭഗവാനോട് പറയാം, കറക്കല്ലേ ഭഗവാനെ, കറക്ക ഒഴിവാക്കാനാണ് കെട്ടിയത്. അപ്പൊ അവിടെ ചെല്ലുമ്പം അവിടുത്തെ 2 കാവൽക്കാര് ചുറ്റി വരൂ. അപ്പൊ ജീവിതം മുഴുവൻ ഈ ചുറ്റിക്കറക്കം തന്നെ. ഗുരുവായൂരിൽ വെച്ച് മിക്കവാറും കല്യാണം കഴിഞ്ഞാൽ കിട്ടുന്ന അനുഗ്രഹമാണ് ചുറ്റിക്കറക്കം. കറങ്ങിയിട്ട് വാ. ആരും ഭഗവാൻ അറിയാം, കുറെ കറങ്ങിയ എന്റെ അടുത്ത് തന്നെ വരും എന്നുള്ളത്. ലാസ്റ്റ് എവിടെ വരുള്ളൂ? ഭഗവാന്റെ അടുത്ത് വരുന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം ഓർക്കുക. ഭഗവാനെ ശരിക്കും നിങ്ങൾക്ക് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ എവിടേക്ക് തന്നെ നോക്കണം? അവേഹിത്വം ആത്മാനം അഖിലാത്മനം. ഈ ആത്മാ എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. ആ എന്ന അക്ഷരത്തിന് മനസ്സ് ആവിർഭവതി. മനസ്സ് എവിടെ നിന്നാണോ ഉണരുന്നത്, ആവിർഭാവം എന്ന ശബ്ദത്തിൽ നിന്നാണ് ആ എടുത്തിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. മനസ്സ് ഉണർന്നാലേ പ്രപഞ്ചാനുഭവം ഉള്ളൂ നമുക്ക്. അപ്പൊ മനസ്സ് എവിടെ നിന്ന് ഉണർന്നു എന്നതാണ് ഋഷിവര്യന്മാരെ കണ്ടെത്തിയത്. അപ്പൊ എവിടെ നിന്നാണോ മനസ്സ് ഉണരുന്നത് അത് പൂർണ്ണബോധത്തിൽ നിന്ന്. അത് തന്നെയാണ് ഗുരുവായൂരപ്പൻ. നമ്മുടെ മനസ്സിനെ ഉണർത്തുന്ന പൂർണ്ണബോധമാണ് ആര്? ഗുരുവായൂരപ്പൻ. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആവണം. കണ്ണുമനമാകുന്ന കണ്ണതിൻ പൊരുൾ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അത് മർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണുമനമാകുന്ന കണ്ണതിൻ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. രമണ മഹർഷിയും പറയുന്നത് ആത്മദർശനം കൃഷ്ണദർശനം. കൃഷ്ണയുടെ കണ്ടത് ആത്മദർശനം. മനസ്സിലായി? കൃഷ്ണനെ ശരിക്കും കാണണമെങ്കിൽ, കാരണം കൃഷ്ണൻ ആത്മാവാണ്. അപ്പൊ മനസ്സ് ഉണർന്നു വരുന്ന മനസ്സ് ബോധത്തിന്റെ ഒരു അംശമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് എല്ലാവരും എൻ്റെ അംശമാണ്. എല്ലാവരും ആരുടെ അംശം? അപ്പൊ നമുക്കിത് തോന്നിയില്ല. നമ്മൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും ഭഗവാനും തമ്മിൽ ഒരു ബന്ധമില്ല. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ. എന്നെ മനസ്സിലായില്ലേ ഭഗവാനെ എന്ന്? എല്ലാ മാസവും ഒന്ന് തൊഴുന്ന ആളല്ലേ ഞാൻ. അപ്പൊ ഭഗവാൻ ആരാണ്? എന്റെ ഓർഡർ അനുസരിച്ച് എനിക്ക് സപ്ലൈ ചെയ്യുന്ന ഒരാള്. എനിക്ക് എന്തൊക്കെ വേണോ അതൊക്കെ പറഞ്ഞാൽ ആര് നടത്തി തരണം? ഇപ്പൊ ഞാൻ വലിയവനും ഭഗവാൻ എന്റെ നടത്താലോ, ശരി, എന്താ വേണ്ടത്? കല്യാണമോ നടത്തിത്തരാം. അപ്പൊ നമ്മുടെ ഒരു ആശ്രിതനായിട്ട് നമ്മൾ പറയുന്ന കൽപ്പനകൾ
എന്നിട്ടോ നമ്മളാണെങ്കിൽ പറയുന്നത് നടത്തി തന്ന പാൽപ്പായസം കഴിപ്പിക്കാന്ന്. അതിന്റെ ഒരു കുറവിലാണ് ആരിയിരിക്കുന്നത്? ഭഗവാൻ ഇരിക്കുന്നത്. നോക്കൂ നിങ്ങള് ഇല്ലേ? അപ്പം ഭഗവാൻ പഠിപ്പിക്കുന്നത് ഞാനെന്ന ഭാവമതു തോന്നണ്ട. ഈ ഞാനൊന്നും അധികകാലം വണ്ടി ഓടില്ല. അതിന് 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തോളിലേറ്റുന്നതും താഴെ ഇറക്കുന്നതും ഒക്കെ കഴിഞ്ഞ കാലം അല്ലേ? ഇത്രയുള്ളൂ. അതുകൊണ്ട് ഉള്ളിൽ ബോധം വേണം. ഞാൻ എന്നത് അവിടുത്തെ അംശോഹം. ആരാണ്? ഞാൻ അവിടുത്തെ ഒരു അംശം. അവിടുന്ന് പൂർണ്ണം. ആരാണ് അവിടുന്ന്? പൂർണ്ണബോധം. ഞാൻ അവിടുത്തെ ഒരു ആ അംശമായ എന്നെ ഉണർത്തിയത് ആരാണ്? ഗുരുവായൂരപ്പ അങ്ങാണ്. ആ ആവിർഭവം താന്നുണത്തിഷ്ട. ഏതൊരു ബോധമാണോ മനസ്സിന് ഉയർത്തിയത്, ആ ബോധത്തിലാണ് മനസ്സ് നിലനിൽക്കുന്നത്. അതാണ് ത. ഏതൊരു ബോധമുള്ളത് കൊണ്ടാണോ മനസ്സ് ഉറങ്ങുന്നത്, ലയിക്കുന്നത്, മീളനം ചെയ്യുന്നത്, അതാണ് ഭഗവാൻ. അപ്പൊ മനസ്സ് ഉണർന്ന് നിലനിർന്ന് ഉറങ്ങുന്നത് ഏതൊരു പൂർണ്ണ ബോധത്തിലാണോ അതാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ വിളിക്കുന്ന പേരാണ് പരം ആത്മ. മനസ്സിനെ വിളിക്കുന്ന പേരാണ് ജീവ ആത്മ. പൂർണ്ണബോധത്തിൽ നിന്നും വന്ന മനസ്സ് ജീവാത്മാവും, ഭഗവാൻ മനസ്സിനെ ഉണർത്തിയ ബോധം ഭഗവാൻ പരം ആത്മ. ഇനി ഞാൻ പറഞ്ഞ ശ്ലോകങ്ങൾ നമുക്ക് 2 സ്ഥലത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന്, ഒരുപക്ഷെ നിങ്ങളതിൽ ഫസ്റ്റ് വോളിയം ഉണ്ടാവില്ലെങ്കിൽ, ഇന്നലെ നമ്മൾ ധ്രുവന്റെ സ്തുതി പറഞ്ഞപ്പോൾ 4-ാം സ്കന്ധം 9-ാം അധ്യായം 6-ാം ശ്ലോകത്തില് ധ്രുവന്റെ സ്തുതി പറഞ്ഞപ്പോൾ, ധ്രുവന്റെ സ്തുതി എല്ലാവരും പഠിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. യോന്ത പ്രവിശ്യ മമ വാചമിമം പ്രസുപ്തം സഞ്ജീവയത്യഖില ശക്തിധരസ്വതാംനാം അന്യാം ച ഹസ്തചരണ ശ്രവണത്വഗാദിൻ പ്രാണൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എന്താർത്ഥം? യോ അന്തപ്രവിശ്യ, ഉള്ളിൽ പ്രവേശിച്ച്, പ്രസുപ്തം വാചം സഞ്ജീവയതി. പ്രസുപ്തം എന്ന് പറഞ്ഞാൽ, സുപ്തം എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന, വാചം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ആരാണോ ജീവയതേ ഉണർത്തുന്നത്. ഉറങ്ങിക്കിടക്കുന്ന മനസ്സിനെ ആരാണോ ഉണർത്തുന്നത്, ആരാണോ ഇതിനെ നിലനിർത്തുന്നത്, ആരാണോ ഇതിനെ ലയിപ്പിക്കുന്നത്, അത് തന്നെയാണ് എൻ്റെ ഗുരുവായൂരപ്പൻ എന്ന് ധ്രുവൻ പറയുകയാണ്. ഇനി ഗീതയിലും കൃഷ്ണൻ ഇത് തന്നെ പറയാണ്. 15-ാം അധ്യായത്തിൽ 15-ാം ശ്ലോകത്തില് ഭഗവത്ഗീതയില് 15-ാം അധ്യായത്തില് 15-ാം ശ്ലോകത്തില് സർവസ്യചാഹം ഹൃദി സന്നിവിഷ്ട. കണ്ടോ ശ്ലോകം? കണ്ടോ? സർവസ്യ ഹൃദി സന്നിവിഷ്ട. ഞാൻ എവിടെ ഇരിക്കുന്നത്? സർവസ്യ. സർവസ്യ എന്ന് പറഞ്ഞാൽ ദേവസ്യയുടെ ഏട്ടനാണോ? സർവസ്യ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും. ഹൃദി, ഹൃദി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ. അഹം സന്നിവിഷ്ട, ഞാൻ ഇരിക്കുന്നു. മത്ത, മത്ത എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്നാണ്, പൂർണ്ണബോധമായ എന്നിൽ നിന്നാണ് സ്മൃതി, മനസ്സ് ഉണരുന്നത്, സ്മൃതിയിലേക്ക് വരുന്നത്. സ്മൃതി എന്താണ്? ജ്ഞാനം. ഇപ്പൊ നമുക്ക് ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ബോധം. ഇപ്പൊ ഞാൻ നിങ്ങളെ കാണുന്നു, നിങ്ങൾ എന്നെ കാണുന്നു, എനിക്ക് ജ്ഞാനമുണ്ട് എന്ന് പറഞ്ഞാൽ ബോധമുണ്ട്. ഈ ബോധം ഉള്ള ഒരവസ്ഥ എനിക്ക് കിട്ടിയത് എന്നെ ബോധം ഉണർത്തിയത് കൊണ്ടാണ്. ആ ബോധം ഞാൻ ഉണ്ടാക്കിയതാണോ? ബോധം നമ്മൾ ഉണ്ടാക്കിയതാണോ? പറയൂ, ആണോ? ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ചു വരുമ്പോ തന്നെ ആ കുഞ്ഞിന്റെ ഉള്ളിലുള്ള ബോധം, ആ കുഞ്ഞിന്റെ ഉള്ളിലുള്ള ബോധം എന്ന ഊർജം ആ കുഞ്ഞുണ്ടാക്കിയതാണോ? ആണോ? എന്താ മിണ്ടാത്തത്? നമ്മളാരും ഉണ്ടാക്കിയതല്ല. അപ്പൊ ആ ബോധത്തിൽ നിന്ന് ഉണർന്ന്, അല്ലേ? ആണോ? പറയുന്നത് ശരിയാണോ? ശരീരം രാവിലെ ഉണർന്നു വരുമ്പോൾ നമ്മുടെ ദേഹമല്ലല്ലോ മനസ്സിനെ ഉണർത്തുന്നത്. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ദേഹമാണോ ഉണർത്തുന്നത്? അല്ല, മനസ്സുണർന്നതിന് ശേഷമാണ്, മനസ്സുണർന്നതിന് ശേഷമാണ് ദേഹം ഉണരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ മനസ്സിനെ ആര് ഉണർത്തി?
അത് തന്നെയാണ് ഗുരുവായൂരപ്പൻ. അപ്പം ജ്ഞാനം, അപോഹനം. അപോഹനം എന്ന് പറഞ്ഞാൽ ഉറക്കം, മനസ്സ് കെട്ടടങ്ങുക, എല്ലാം മറന്നു പോവുക, എല്ലാം അലിഞ്ഞു പോവുക. ഇതൊക്കെ എന്നിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഞാൻ ആണ് ഇതിന്റെ പിന്നിലുള്ളത്. കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണ്. ക്ലിയർ ആണോ ഈ പറയുന്നത്? മനസ്സിലാവുണ്ടോ നിക്ക്? ഇപ്പൊ ഗുരുവായൂരപ്പൻ എവിടെയുണ്ട്? ഉള്ളിൽ നമ്മളെ ഉണർത്തി, നമ്മളെ നിലനിർത്തി, നമ്മളെ കൊണ്ടു നടക്കുന്നത് മുഴുവൻ ഭഗവാനാണെന്നുള്ളൊരു ബോധത്തിലേക്ക് നമ്മൾ ഉണരണം. നമുക്കിപ്പോ അത് മനസ്സിലായാൽ പോലും അതിലേക്കൊന്ന് ഉയരാനുണ്ട്. ഈ ഉയരാനാണ് ജപവും സാധനകളും നമ്മൾ നിരന്തരം കൊണ്ടു നടക്കുന്നത്. അതിന് ആരും യോഗ്യരാണ്. അതുകൊണ്ട് ഈ ചില ആളുകൾക്കൊക്കെ തെറ്റിദ്ധാരണയുള്ളത് ജാതിയൊക്കെ ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ഒരു ജാതിയും ഇല്ല. ഇതൊക്കെ വെറുതെ വിഡ്ഢിത്തരത്തിൽ ആളുകൾ ചിന്തിക്കുകയാണ്. നിങ്ങൾ ഏത് കുലത്തിൽ ജനിച്ചവരാവട്ടെ, അതാണ് ആദി ശങ്കരാചാര്യ സ്വാമികൾ പഠിപ്പിക്കണം. നോക്കൂ നിങ്ങൾ, ചണ്ടാളോസ്തു ദ്വിജോസ്തു യേഷാ ഗുരുർമമ എന്നാണ്. നിങ്ങൾ മാനസികമായി ഉയർന്നാൽ ഗുരുവായൂരപ്പനാണ് നിങ്ങൾ. ഗുരുവായൂരപ്പൻ കൊണ്ടുപോകണം. പിന്നെ എന്ത് ജാതി അവിടെ? നോക്കൂ നിങ്ങൾ, ഗോപികമാരുടെ ജാതി നോക്കിയിട്ടാണോ കൃഷ്ണൻ അനുഗ്രഹിച്ചത്? ഗുരുവായൂരപ്പൻ തന്നെ പറയുന്ന വരികളുണ്ട് ഗോപികമാരോട്. പാരേഹം നിരവധ്യ സംയുതാം. 10-ാം സ്കന്ധം 30-ാം അധ്യായത്തിൽ ഏറ്റവും ഒടുവിലത്തെ വരിയില് നിരവധ്യസം. എത്ര ജന്മമെടുക്കേണ്ടി വരും എനിക്കറിയില്ല ഗോപികമാരെ. കാരണം നിങ്ങൾ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ആ ഭക്തി അത്രയും സർവശ്രേഷ്ഠമാണ്. നിങ്ങളുടെ ഭക്തി അത്രയും സർവശ്രേഷ്ഠമാണ്. നിങ്ങളുടെ പാദരേണുക്കളെങ്കിലും ഞാൻ എടുത്ത് എന്റെ ശിരസിലിട്ടോട്ടെ എന്നാണ് കൃഷ്ണൻ പറയുന്നത്. ആ ഗോപികമാർ എത്രമാത്രം ആദരവോടെ ബഹുമാനത്തോടെയാണ് കൃഷ്ണൻ കാണുന്നത്. ഭാഗവതത്തിൽ 10-ാം സ്കന്ധം 30-ാമത് അധ്യായത്തിൽ 10-ാം സ്കന്ധം 30-ാമത് അധ്യായത്തിൽ ആ ശ്ലോകം ഇതാണ്. ഇതെല്ലാം ഒന്ന് ഓർത്തു വെച്ചോളൂ. ഈ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്നത്. എനിക്കൊരു സംശയം, ഞാൻ പറഞ്ഞത് 30-ലല്ല, ഞാൻ പറഞ്ഞതിൽ എനിക്കൊരു സംശയം തോന്നിയത് 32-ാം ശ്ലോകത്തില് 32-22 അവിടെ പറയും, പാരേഹം നിരവധ്യ സംയുതാം സ്വസാധകൃത്യം വിബുധായുഷാഭി. നിങ്ങൾ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ആ മഹത്തരമായ ഭക്തിക്ക് എനിക്ക് പ്രതിക്രിയ, തിരിച്ചൊരു പ്രത്യുപകാരം ചെയ്യാൻ വിബുധായുഷം എന്ന് വെച്ചാൽ 1000 ജന്മം എടുക്കേണ്ടിയിരുന്നവർക്ക് എനിക്ക് നിങ്ങളോടുള്ള കടം തീർക്കാൻ എത്ര 1000 ജന്മങ്ങൾ എടുക്കേണ്ടി വരും. മാഭജൻ ദുർജരഗേഹ ശൃംഖലേ സംവൃച്ഛതദ്വപ്രതിയാത് സാധുന. ഗോപികമാരെ, നിങ്ങൾ കുടുംബജീവിതത്തിന്റെ കെട്ടുകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് മനസ്സെന്നിൽ അർപ്പിച്ച് ജീവിച്ച ജീവിതമുണ്ടല്ലോ, അതിന് ഞാൻ 1000 ജന്മമെടുത്താലും എന്റെ കടം തീരില്ല എന്നാണ്. ഇതൊക്കെ കൃഷ്ണൻ ആ ഗോപികമാരോട് പറയണമെങ്കിൽ ആലോചിച്ചു, അവരുടെ ആ ഭക്തിയുടെ പൂർണ്ണതയല്ലേ? ആണോ? അതുകൊണ്ട് ജാതി നീതി കുല ദൗരഗോത്രകം, നിങ്ങൾ ഏത് ജാതി ഏത് മതം ആണ് പെണ്ണ് ഇതൊക്കെ വിടൂ. ശങ്കരാചാര്യ സ്വാമികൾ വിവേക ചൂടാമണി പറയുന്ന വരികളാണ്. ജാതി നീതി കുല ഗോത്രദൂരകം, ഇതൊക്കെ ഈ ചിന്തകളൊക്കെ വിട്ടിട്ട് ഒറ്റ കാര്യം, ഭാവയാമി തത്. ആരെ ഭാവയാമി? ഭഗവാനെ തന്നെ ഭാവയാമി. അങ്ങനെ നോക്കൂ, ആരുണരുന്നുണ്ടോ അവരൊക്കെ ഭഗവാൻ ആദരിച്ചിട്ടേ ഉള്ളൂ. ഒരു ശബരി ദേവിയുടെ അടുത്ത് എന്ന് ഭഗവാൻ ആ ശബരിയെ നമസ്കരിച്ചത് കുലം നോക്കിക്കൊണ്ടല്ല, ആണോ? ആ ഭക്തിയുടെ മഹത്വം കൊണ്ടാണ്. അപ്പൊ ഭക്തി ഉണ്ടോ ഭഗവാൻ അനുഗ്രഹിക്കും. ഭക്തി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? മനസ്സിനെ നാമജപാദികളിൽ പൂർണ്ണമായി സമർപ്പിക്കണം. ഇതാണ് ഭക്തി എന്നുള്ള ബോധം വേണം. എൻ്റെ ഉള്ളിലാണ് ആരുള്ളത്? ഭഗവാനുള്ളത്. അത് നാമജപത്തിലൂടെ മനസ്സിനെ അർപ്പിച്ച് ഭഗവാൻ പറയണത്
നാമത്തിലൂടെ എന്നിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ആ ഒരൊറ്റ ശ്ലോകം കൂടി കണ്ട് നമുക്ക് നിർത്താം. ഇത് ഏകാദശ സ്കന്ധം 11-ാം സ്കന്ധം 14-ാം അധ്യായത്തില് 27-ാം ശ്ലോകത്തിൽ പറയും. ഭാഗവതമാണ്. ഭാഗവതത്തിൽ പറയും, വിഷയാധ്യായത ചിത്തം വിഷയേഷു വിഷജ്യതേ മാം അനുസ്മരത ചിത്തം മയ്യേവ പ്രവിലീയതേ. ഈ ഒരു വരി എല്ലാവരും ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. മാം എന്ന് പറഞ്ഞാൽ എന്താണ്? രാവിലത്തെ മാം അല്ല. മാം എന്ന് പറഞ്ഞാൽ എന്നെ. മാം സംസ്കൃതത്തിൽ മാം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ മാമല്ല. മാം എന്ന് പറഞ്ഞാൽ എന്നെ. അനുസ്മരത, മാം അനുസ്മരത, അനുസ്മരിക്കുന്ന, സ്മരിക്കുന്ന, ജപിക്കുന്ന, ചിത്തം മനസ്സ്, മയി ഏവ, മയി എന്നിൽ തന്നെ, പ്രവിലീയതേ, ലീയതേ, വിലീയതേ, പ്രവിലീയതേ, എന്നിൽ തന്നെ ലയിച്ചു ചേരുന്നു. അപ്പൊ ഭഗവാനിലേക്ക് എത്താൻ വേണ്ടത് എന്തേ വേണ്ടതുള്ളൂ? നാമത്തിൽ മനസ്സിനെ ലയിപ്പിച്ചെടുക്കാൻ സാധിച്ചാൽ ആരിലേക്ക് എത്തിക്കൊള്ളും? ഇത്രയും ക്ലാരിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ആരെ കാത്തിരിക്കണം? എന്തിനു കാത്തിരിക്കണം? ആരെക്കുറിച്ച് ദുഃഖിക്കണം? എന്തിനെക്കുറിച്ചിരുന്ന് ദുഃഖിക്കണം? ജീവിതത്തിൽ ഇനി മുന്നോട്ടും നോക്കരുത്. ഈ ഉറപ്പിൽ ജീവിക്കണം. നാമത്തിൽ ആത്മാർത്ഥതയോടെ മനസ്സർപ്പിച്ചാൽ ഭഗവാനിൽ എത്തിച്ചേരും. ഈ വാക്കുകൾ നമ്മുടെ തലയിൽ അങ്ങനെ ഉറപ്പിക്കണം. ഒരു സംശയമില്ലാതെ ദൃഢതയോടെ പോവാൻ സാധിച്ചാൽ ആർക്കാരെ തോൽപ്പിക്കാൻ പറ്റും? വിധിക്ക് പോലും നമ്മളെ അവർക്ക് പറയൂ തോൽപ്പിക്കാൻ സാധിക്കും. ഇത് മനസ്സിലായാൽ പിന്നെന്താ ആത്മഹത്യ? ഇത് മനസ്സിലായാൽ പിന്നെ ആർക്ക് നിങ്ങളെ അസ്വസ്ഥമാക്കാൻ സാധിക്കും? മനസ്സ് ആർക്കും കൊടുക്കരുത്. മനസ്സ് പലർക്കും കൊടുക്കുന്നോണ്ടാണ് അവരൊക്കെ പന്താടിക്കുന്നത്. മനസ്സിലായില്ലേ? കല്യാണം കഴിക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയം നിങ്ങളെയാന്ന് പറഞ്ഞ് കൊഞ്ചിച്ചെന്നാൽ അവൻ ആറാട്ട് കളിക്കില്ലേ? മനസ്സിലായില്ലേ? എന്നിട്ട് ദാരുകവധത്തിനെ ചീത്ത പറയുകയാണ്. അപ്പം അതുകൊണ്ട് അവനവന്റെ മനസ്സ് ആർക്കും കൊടുക്കരുത്. അത് മൊബൈലിന് ഒട്ടും കൊടുക്കരുത്. അത് ആർക്കേ കൊടുക്കാവൂ? ഭഗവാന് കൊടുക്കാൻ അതിനൊരു തീർച്ചയായിട്ടും അനുഗ്രഹം വേണം, സുഹൃതം വേണം, ഭാഗ്യം വേണം. അതിനാണ് നമ്മൾ ഈ ഭാഗവതം കേൾക്കുന്നത്.